അയ്യോ വിനോട്ടാ, എന്റെ ബാഗ് മറന്നു. കീ അതിലാ. ബാഗോ? എവിടെ വെച്ച്? ആ കടയിൽ. ബാഗിൽ അധികം രൂപയൊന്നും ഇല്ലല്ലോ. ഇല്ല, രൂപയില്ല. പക്ഷേ കീ ഇല്ലാതെ. ഓ, അത് സാരമില്ല. ഒരു കീ എന്റെ കയ്യിലും ഉണ്ടല്ലോ. അല്ല വിനോട്ടാ, നമുക്ക് ആ കടയിലൊന്ന് അന്വേഷിച്ച് നോക്കണ്ടേ, ബാഗ് അവിടെ ഉണ്ടോന്നറിയാൻ? ഫോൺ ചെയ്ത് ചോദിക്കാം. അവിടെ ഉണ്ടെങ്കിൽ നാളെ പോയി എടുക്കാം. ഹനീഫാസ് അല്ലേ? ഞാൻ വിനോദ് മേനോനാ. എന്റെ വൈഫിന്റെ ഹാൻഡ് ബാഗ് അവിടെ വെച്ച് മിസ്സായിട്ടുണ്ട്. കിട്ടിയോ? ശരി, നാളെ ഞങ്ങൾ വന്നെടുത്തോളാം. താങ്ക് യു. ഹലോ. ഹലോ. ഇന്നലെ ഒരു ഹാൻഡ് ബാഗ് ഇവിടെ വെച്ച് മറന്നിരുന്നു. ഇതാണോ? താങ്ക്സ്. പ്ലീസ് ചെക്ക് ഇറ്റ്. ഇറ്റ്സ് ഓക്കെ. നോ, എന്തേലും മിസ്സായിട്ടുണ്ടോ നോക്കണം. എല്ലാം ഉണ്ട്. നമുക്ക് പോവാം. താങ്ക് യു. വെൽക്കം. മിസ്സസ് രേഖ വിനോദ്, ക്ഷമിക്കണം. നിങ്ങൾ പ്രതീക്ഷിച്ച കത്തല്ല ഇത്, അല്ലേ? നിങ്ങളുടെ പഴയ പ്രണയ കഥകളെക്കുറിച്ചും ഇപ്പോഴും കാമുകനുമായി തുടർന്നു വരുന്ന അവിശുദ്ധ ബന്ധത്തെക്കുറിച്ചും വ്യക്തമായി തെളിവ് നൽകുന്ന ഒരു കത്ത് നിങ്ങളുടെ ബാഗിൽ നിന്ന് നഷ്ടപ്പെടാനിടയായ സാഹചര്യം തികച്ചു നിർഭാഗ്യകരമായി പോയി. ഏതായാലും അതിപ്പോൾ എന്റെ പക്കലുണ്ട്. സ്ത്രീയുടെ പാതിവൃത്യത്തിനും വിശ്വസ്തതയ്ക്കും ഞാൻ കൽപ്പിക്കുന്ന വില വളരെ കൂടുതലാണ്. നിങ്ങളും അങ്ങനെ കരുതുന്നുവെങ്കിൽ ആ കത്ത് എന്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം. മറിച്ചാണ് കരുതുന്നതെങ്കിൽ ഞാൻ വിനോദിന് ആ കത്ത് അയച്ചു കൊടുക്കാം. തീരുമാനം നിങ്ങളുടേതാണ്. ആ കത്ത് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വ്യാഴാഴ്ച വൈകുന്നേരം കൃത്യം 8 മണിക്ക് ഹോട്ടൽ ലേക്ക് വ്യൂവിലെ ലിഫ്റ്റിൽ 50,000 രൂപ അടക്കം ചെയ്തൊരു ബ്രീഫ് കേസ് വെക്കുക. ലിഫ്റ്റ് മുകളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതിൽ നിങ്ങളുടെ കത്തുണ്ടാകും എന്ന് അജ്ഞാതൻ. മാഡം, ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നും പൈസ വിളിച്ചിരുന്നു. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. 12 പൊയ്ക്കോളൂ. രേഖേ, എന്തു പറ്റി രേഖേ? ഒന്നുമില്ല. സുഖമില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പോവാം. എന്താ രേഖേ, തലവേദന മാറിയ? വെറുതെ ഓരോന്ന് ചിന്തിച്ച് നീ ഇല്ലാത്ത അസുഖമൊക്കെ വരുത്തി വയ്ക്കും. വാ. Many, many happy returns of the day. എല്ലാവരുടെ ജീവിതത്തിലും എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്, വെഡിങ് ഡേ. എന്റെ മോള് ആ ദിവസം പോലും മറന്നു. സോറി വിനോട്ടാ. മറന്നതിനാ? എന്താന്നറിയില്ല, 2 ദിവസമായിട്ട് ആകെ ഒരു വല്ലായ്മ. എല്ലാം നിന്റെ തോന്നലുകളാ. ഇന്ന് നമുക്ക് വെഡിങ് ഡേ ഗംഭീരമായി സെലിബ്രേറ്റ് ചെയ്യണം. എവിടെയാ നമുക്ക് പോകേണ്ടത്? സവോയ്, ദാസ് പ്രകാശ്, ലേക്ക് വ്യൂ, ഫേണിൽ. നമുക്ക് ലേക്ക് വ്യൂവിൽ പോവാം. ഓക്കെ, ലേക്ക് വ്യൂ എങ്കിൽ ലേക്ക് വ്യൂ.
എന്നെത്തി? ഇന്നലെ എനിക്കിങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. വെരി ഗുഡ്. താങ്ക് യു. ഏതായാലും നല്ല ദിവസം തന്നെ അജിത്ത് എത്തിയല്ലോ. ഇതാണ് ഈ ആത്മബന്ധം എന്ന് പറയുന്നത്. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ഡേ. ആഹാ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. ആ അജിത്ത്, ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ വെഡിങ് ഡേ സെലിബ്രേഷൻ ഹോട്ടൽ ലേക്ക് വ്യൂവിൽ വെച്ചാ. അജിത്തും വരണം. അയ്യോ പ്ലീസ്, എനിക്ക് അത്യാവശ്യം. ഒന്നും പറയണ്ട. അജിത്തിനെ മാത്രമേ ഞങ്ങൾ വിളിക്കുന്നുള്ളൂ. അല്ല രേഖ? ആ പിന്നെ തന്റെ ട്രാൻസ്ഫറിന്റെ ഇല വന്ന ഇപ്പൊ തന്നെ ഫിക്സ് ചെയ്യണം. എപ്പോ വേണമെങ്കിലും ചെയ്യാം. എക്സ്ക്യൂസ് മീ. ആകെ മാറിയിരിക്കുന്നു അല്ലേ? വാട്ട് ഹാപ്പൻ ടു യു രേഖ? ഒന്നുമില്ല. എന്താ രേഖ ഇത്? നോ മൈൻഡ്, ആ ടോയ്ലറ്റിൽ പോയി കഴിയിട്ടുവാ. നീ ഇത് എവിടെയായിരുന്നു? ടോയ്ലറ്റിൽ പോയിട്ട് ആളെ കാണാനില്ല. ഞാൻ ഇവിടെ മുഴുവൻ അന്വേഷിച്ചു. ഞാൻ ഈ ടോയ്ലറ്റ് വെള്ളമില്ലായിരുന്നു, അതുകൊണ്ട്. അജിത്തിനെ വിളിച്ചു വരുത്തി ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയായത്. സോറി അജി. ഇറ്റ്സ് ഓൾ റൈറ്റ്. രേഖേ, നിനക്കിത് എന്ത് പറ്റി? ഒന്നുമില്ല വിനോട്ട, ഒരു ചെറിയ തലവേദന. 2-3 ദിവസമായിട്ട് നീ വളരെ മൂടിയാണല്ലോ. ഡോക്ടറെ മറ്റോ വിളിക്കണോ? വേണ്ട, ഒന്നുമില്ല. ഇനി സുഖമായിട്ടൊന്ന് ഉറങ്ങും. രാവിലെ ഫ്രഷ് ആയിരിക്കും. വിനോട്ട് എവിടെ പോന്നു? നാളെയാ ടാക്സ് റിട്ടേൺസിന്റെ ഫയൽ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. എനിക്കതൊന്ന് നോക്കണം. ഗുഡ് നൈറ്റ്. ഒന്ന് പറയണ്ടേ, എനിക്ക് എന്നും നിന്നെ മറക്കാനാവില്ല. വിനോദിന്റെ വഴിവഴച്ച പോക്കിൽ മനന്നുകൊണ്ട് നീ അവിവേകൊന്നും കാണിക്കരുത്.
നിനക്ക് ഞാനുണ്ട്. ഇന്നും നിന്നെ സ്വീകരിക്കാൻ എന്റെ മനസ്സൊരുക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു കണ്ണ് വേണം. ഭാര്യയോട് വഴക്കിട്ട് ഇവിടെ വന്നിരുന്നാലേ ഉള്ള സ്വത്തും പോവും, ഭാര്യയും പോവും. വിനോദിനെ അവളെ ഡൈവോഴ്സ് ചെയ്യുന്നതിന് മുൻപ് സ്വത്തും പണവും ഒക്കെ സ്വന്തം പേരിലാക്കി അവളെ ഡൈവോഴ്സ് ചെയ്യാനുള്ള വഴി നോക്ക്.